ഹലോ ഹായ്, ഇതെന്താണെന്നല്ലേ, ഇതാണ് സ്മോക്കൺ മാക്കറൽ. ഓക്കെ, ഇത് ഞാൻ സൂപ്പർ വാല്ലിയിൽ നിന്ന് വാങ്ങിച്ചതാണ്. നമുക്ക് ഇതിങ്ങനെ ടിന്നിൽ നമുക്ക് സൂപ്പർ വാല്ലിയിലും ലിഡിലും ആൾഡിലും എല്ലാം അവൈലബിൾ ആണ്. പക്ഷെ ഞാൻ ഇത് ആദ്യമായിട്ടാണ് വാങ്ങിച്ചത്. ഇത് സ്മോക്ക്ഡ് മാക്കറലാണ് കേട്ടോ. ഇത് ഞാൻ ആദ്യമായിട്ടാണ് വാങ്ങിച്ചത്. ഇത് ഉള്ളത് സൺഫ്ലവർ ഓയിലിലാണ്. ഇതെങ്ങനെ ഞാൻ കുക്ക് ചെയ്യുന്നത് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടി വന്നതാണ്. ഞാൻ ഓപ്പൺ ചെയ്തത് കാണിച്ചു തരാം. ഇതാണ് ഞാൻ ഓപ്പൺ ചെയ്തത്. ഇതാണ് ഫിഷാണ് അതിനകത്ത് കിടക്കുന്നതാണ്. ഇതിനെ ഞാൻ കറി വെക്കാൻ പോയി. ഞാൻ കറി വെക്കുന്നത് എങ്ങനെയാണെന്ന് കാണിക്കാം. ഞാൻ പാൻ വെച്ചു. പാനിലേക്ക് ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ചു. അതിനകത്തിൽ കടുകിട്ട് പൊട്ടിച്ചു. കടുകിട്ടതിന് ശേഷം കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളി ചതച്ചതാണ് ചേർത്തു. ഒരു കരിയാപ്പില ഇട്ടു. ഓക്കെ, ഇനി ഇതിനകത്തിലേക്ക് ചേർക്കുന്ന പൊടി എന്ന് പറയുന്നത് മഞ്ഞൾപ്പൊടി ചേർത്തു. പിന്നെ ചേർക്കുന്നത് നമ്മുടെ മുളക് പൊടിയാണ്. മുളക് പൊടി ആവശ്യത്തിന്, നിങ്ങളുടെ എരിയുടെ ആവശ്യത്തിന് അനുസരിച്ച്. ഓക്കെ, ഇത്രയും മതിയിരിക്കാം. മുളക് പൊടി ഇട്ടു. നന്നായിട്ട് മുളക് നന്നായിട്ട് മൂത്തു. പൊടികളും എല്ലാം മൂത്തു. ഞാൻ വെള്ളം ഒഴിച്ചു. ഇനി ഇത് കണ്ടോ, ഇത് തിളച്ചു. നല്ലതായിട്ട് തിളച്ചു വരുമ്പോൾ ഞാൻ പുളി ഇടാൻ പോവാണേ. നിങ്ങളുടെ നാട്ടിലൊക്കെ എന്താ ഇതിന് പറയുന്നതെന്ന് അറിയത്തില്ല. ഞാൻ പറയുന്നത്, ഞങ്ങളുടെ അവിടെ പറയുന്നതിന് വാളംപുളി എന്നാണ്. അതൊരെണ്ണം ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് മതി, കുറച്ചേ ഉള്ളല്ലോ. അപ്പം ഇത് കഴുകിയിട്ട് ഒന്ന് തിളച്ച് പറ്റിയതിന് ശേഷം, കാരണം നമ്മുടെ ഫിഷ് സ്മോക്ക്ഡ് ഫിഷ് ആയതുകൊണ്ട് തിളച്ച് പറ്റിയതിന് ശേഷം ഇത് അങ്ങോട്ട് ചേർത്താൽ മതി. ഞാൻ ഇതിനകത്ത് നിന്ന് എണ്ണയെല്ലാം ഒട്ടുമില്ലാതെ ഊറ്റിക്കളഞ്ഞു കേട്ടോ. എനിക്ക് ആ എണ്ണ വേണ്ട. സൺഫ്ലവർ ഓയിൽ നമ്മൾ വെളിച്ചെണ്ണയ്ക്കകത്താണല്ലോ മസാല മൂപ്പിച്ചെടുത്ത് തിളപ്പിക്കുന്നത്. അപ്പോൾ അതിനകത്തിലേക്ക് ഇതിടും. അങ്ങനെ തിളച്ച് വന്നപ്പോൾ ഞാൻ കുറച്ച് എന്താണെന്നറിയാം, ഇത് ഉലുവാപ്പൊടി ചേർക്കുവാണേ. ഞാൻ കുറച്ച് ഉലുവാപ്പൊടിയും ഇതിനകത്ത് ചേർത്ത് കേട്ടോ. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തു. അതിന് ശേഷം സൺഫ്ലവർ ഓയിൽ ഒട്ടുമില്ലാതെ ഞാൻ സൺഫ്ലവർ ഓയിലെല്ലാം കളഞ്ഞിട്ട് ഞാൻ വെച്ചിരിക്കുവാണേ. അതിനി ഇതിനകത്തിലേക്ക് ചേർക്കാൻ പോവാം. ഞാൻ ആ മീനെ എല്ലാം ഇതിനകത്ത് ഇട്ടു. അങ്ങനെ മീൻ കറി റെഡിയായി. ഇനി ഇച്ചിരി മസാല ഇതിനകത്ത് പിടിക്കണം. ഓക്കെ, അന്നേരം മീൻ കറി റെഡി. ഇങ്ങനെയാണ് ഞാനിത് വെക്കുന്നത്. കാരണം ഇത് നമ്മുടെ മസാല തിളച്ച് പറ്റുന്നതിന് മുമ്പ് മീൻ ഇട്ട് കഴിഞ്ഞാൽ ഓൾറെഡി വെന്ത മീൻ എനിക്കിഷ്ടമല്ല. അതുകൊണ്ടാണ് ഞാൻ വെള്ളം പറ്റിയതിന് ശേഷം കഷ്ണങ്ങളെല്ലാം ഇട്ടു. ഇപ്പം മസാലയെല്ലാം പിടിച്ചു. സൂപ്പറായി. മീൻ കറി റെഡി. ഈസി. ഹലോ ഹായ്, എനിക്ക് 6 hours ഡ്യൂട്ടി ആയിരുന്നു. കഴിഞ്ഞൊരു തട്ടിക്കൂട്ട് ലഞ്ച് ഞാൻ റെഡിയാക്കി. എന്താണെന്നറിയാമോ, കുറേ നാളുകൾക്ക് ശേഷം ഒരു വൈഡ് റൈസ്, ഇത് ഈ ബസ്മതി റൈസ് ആയിരുന്നു കഴിക്കുന്നത്. ഇതൊരു വൈഡ് റൈസ് വെച്ചു. പിന്നെ ഇത് നമ്മുടെ ബീട്രൂട്ട് തോരൻ. അത് ഞാൻ ബോയിൽഡ് ബീട്രൂട്ട് കിട്ടുമല്ലോ, അതാണ് വാങ്ങിച്ചതാണ്. അത് കഴിഞ്ഞ് ഇതെന്താണെന്ന് അറിയാമോ, നമ്മുടെ ഈസിയാണ് എല്ലാം, ഈസി ടു കുക്ക്. ഇത് നമ്മുടെ അയലക്കറി. ഇത് നമ്മുടെ പ്രിയപ്പെട്ട അച്ചാർ. ഞാൻ ഈ അച്ചാർ നേരത്തെ കാണിച്ചായിരുന്നു, ഏഷ്യൻ ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചത്. ഇതാണ് എൻ്റെ ലഞ്ച്. ഞാൻ ലഞ്ച് കഴിക്കട്ടെ കേട്ടോ. നിങ്ങളെല്ലാം കഴിച്ചോ? ബൈ, സീ യു ഇൻ നെക്സ്റ്റ് വീഡിയോ.